CPI ഉന്നയിക്കുന്ന ഒരു വിഷയം പ്രതിപക്ഷ ഉപനേതാവ് നേതൃസ്ഥാനമാണല്ലോ. അത് ഒരു കീഴ്വഴക്കമല്ല, ഞങ്ങൾ തന്നെയാണ് നേരത്തെ ഇരുന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ അതൊന്നും കാലാകാലങ്ങളായിട്ടുള്ള ഒരു പതിവായിരുന്നില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. VSന്റെ കാലത്ത് മാത്രമാണ് അന്ന് കോടിയേരി ഉപനേതാവായി ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നത് G. കാർത്തികേയൻ സ്പീക്കർ ആയപ്പോഴാണ് നിയമസഭയിൽ ഒരു ഓഫീസ് അനുവദിക്കുകയാണ് പ്രതിപക്ഷ ഉപനേതാവിന്. അപ്പോൾ അതൊരു സഹായകരമായി, അതായത് പ്രതിപക്ഷ നേതാവില്ലാത്തപ്പോൾ ആ ഒരു പദവി അല്ലെങ്കിൽ ആ റോൾ എടുക്കാൻ കഴിയുന്ന ഒരു നേതാവിന് അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളത്. പിന്നീട് UDF അധികാരത്തിൽ വന്നപ്പോൾ അത് തുടർന്നു. PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഉപനേതാവ്. ഒരു ഓഫീസ് ഉണ്ട് അവിടെ ആ നേതാവിന് ഇരിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു പദവി CPI ആവശ്യപ്പെടുന്നതിന്റെ കാരണം ഈ തെരഞ്ഞെടുപ്പ് പരാജയമാണ്. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം CPM ആണെന്നാണ് CPI പറയുന്നത്. CPIയുടെ കുറ്റമേ അല്ല എന്നാണ് CPI ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം 36 എന്ന അക്കത്തിലേക്ക് അത് ചുരുങ്ങുന്നു. അതിൽ തന്നെ CPIയെ സംബന്ധിച്ച് CPIയുടെ 4 മന്ത്രിമാരിൽ 3 പേരും ജയിച്ചിട്ടുണ്ട്. ഒരാൾ മാത്രമാണ് പരാജയപ്പെട്ടത്. CPIക്കാണ് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. എണ്ണം നോക്കുമ്പോൾ 8 പേരാണ് CPIയിൽ നിന്ന് എന്ന് പറയുമ്പോഴും 26 ഉള്ളൂ CPMന് എന്ന ചോദ്യം CPI ഉന്നയിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളാണ് പരാജയത്തിന് കാരണം, നിങ്ങളുടെ കാരണം കൊണ്ട് പരാജയപ്പെടുമ്പോൾ ഞങ്ങളാണ് തിരുത്തൽ ശക്തിയായി നിന്നിട്ടുള്ളതെന്ന് CPI പറയുകയാണ്. എന്ത് PM ശ്രീയുടെ വിഷയത്തിൽ അങ്ങനെ ഒരു ഉറച്ച നിലപാട് അന്ന് എടുത്തത് കൊണ്ടാണല്ലോ ഇന്ന് ഭരണപക്ഷത്തിനെ വിമർശിക്കാൻ പറ്റുന്നത് എന്ന കാര്യം CPI ഉന്നയിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ മറ്റു വേറെ കാര്യങ്ങളുണ്ട്. പിണറായി വിജയൻ എന്ന മുതിർന്ന നേതാവ്, അദ്ദേഹത്തിന്റെ പ്രായം ഒരു പ്രശ്നം, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കൃത്യമായി അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള CPMനകത്ത് തന്നെയുള്ള ആശങ്ക CPIയെ സംബന്ധിച്ചുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളിലുമുണ്ട് നന്നായി പെർഫോം ചെയ്ത നേതാവ്, മുൻ മന്ത്രിയായിരുന്ന K. രാജനെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ K. രാജന് ഈ ഉപപദവി നൽകണമെന്ന് CPI ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത് പറ്റില്ല. K. രാജന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ചോദിക്കുന്ന കാര്യത്തിലാണ് അപമാനിക്കുന്ന രൂപത്തിൽ CPI അപമാനിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണം പിണറായി വിജയനിൽ നിന്നുണ്ടായി. അങ്ങനെ ഒരു കാര്യവുമില്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന രൂപത്തിൽ തന്നെ പ്രതികരിച്ചത്. അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടത് മുന്നണി യോഗത്തിലല്ലേ എന്ന് തിരിച്ച് ബിനോയ് വിശ്വൻ ചോദിക്കുകയാണ്. മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യാതെയാണോ അങ്ങനെ വേണ്ട എന്ന് തീരുമാനിക്കുക? അത് CPM ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതാണോ? അങ്ങനെ ഒറ്റയ്ക്കൊരു പാർട്ടി ഒരു കാര്യം തീരുമാനിക്കേണ്ട എന്ന് CPI പറയുമ്പോൾ അവരുടെ എതിർപ്പ് കൃത്യമായി അത് രേഖപ്പെടുത്തുകയാണ്. ഈ പ്രതിപക്ഷ ഉപനേതൃ പദവി എന്നുള്ള ആവശ്യം അത് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന്മേലൊരു ചർച്ച ഇനിയിപ്പോൾ മറ്റന്നാൾ നടക്കാനിരിക്കുന്നു. ആ ചർച്ചയ്ക്ക് മുൻപ് പാർട്ടിയുടെ ഒരു പരിപാടിയിലാണെന്ന് ബിനോയ് വിശ്വം ആ കാര്യം ശക്തമായി ഉന്നയിച്ചിട്ടുള്ള, നേരത്തെയും ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് പറയുമ്പോൾ LDF ചേരാൻ പറ്റുന്നില്ല, പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ തുലോം ചെറുതായിരിക്കുന്ന അല്ലെങ്കിൽ നേർത്തുപോയിരിക്കുന്ന പ്രതിപക്ഷത്തിന് വിഷയങ്ങൾ നിരവധിയുണ്ട്. ആ വിഷയങ്ങൾ കൃത്യമായി ഉന്നയിക്കുക എന്നാണ് ഏറ്റവും പ്രധാനം.